ഇരിക്കുകയും വളരുകയും കുരിശു തൂക്കപ്പെടുകയും ചെയ്ത എല്ലാ സ്ഥലത്തെയും പള്ളികൾ ഇസ്ലാം മതം സംരക്ഷിച്ചു. ഇസ്ലാം മതം ഇന്ത്യയിലേക്ക് വന്നു. ഒരുപാട് കള്ളക്കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇസ്ലാം ഇന്ത്യയിലേക്ക് വന്ന ചരിത്രം. ഇസ്ലാം ആദ്യം വന്നത് കേരളത്തിലാണ്. കേരളത്തിൽ ഒരക്രമവും ഒരു യുദ്ധവും ഉണ്ടായില്ല. സമാധാനപരമായി മുസ്ലിങ്ങളും ഹിന്ദുക്കളും സുഖമായി കേരളത്തിൽ ജീവിച്ചു. അവര് ഒരേ അമ്മമാർപ്പെട്ട മക്കളായിരുന്നു. മൈറ്റോകോൺഡ്രിയൽ DNA ഒന്ന് തന്നെയാണ്, യാതൊരു ഡിഫറൻസും ഇല്ല. ഇസ്ലാം മതം കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവര് 700 കൊല്ലം ഉത്തർപ്രദേശും രാജസ്ഥാനും ഹരിയാനയും ഭരിച്ചു. 700 കൊല്ലം മുസ്ലിങ്ങൾ ഭരിച്ചിട്ട് ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും ഹരിയാനയിലും പഞ്ചാബിലും ഒക്കെ മുസ്ലിങ്ങളുടെ അംഗസംഖ്യ 12%. ബലം പ്രയോഗിച്ച് മതം വളർത്തിയിരുന്നെങ്കിൽ ഇസ്ലാമിന്റെ അംഗസംഖ്യ എത്ര വരുമായിരുന്നു? വലിയ അംഗസംഖ്യയിലാകുമായിരുന്നു. ഇസ്ലാം ഗുജറാത്തിൽ വന്നു. അഹമ്മദ് സുൽത്താൻമാർ ഗുജറാത്ത് ഭരിച്ചു 600 വർഷം. 600 വർഷം മുസ്ലിങ്ങൾ ഭരിച്ച ഗുജറാത്തിലെ മുസ്ലിങ്ങളുടെ അംഗസംഖ്യ 6%. 92% ഹിന്ദുക്കൾ. ബലം പ്രയോഗിച്ച് ഇസ്ലാമോട് ഭരിച്ചിരുന്നെങ്കിൽ അവിടെ മുസ്ലിങ്ങളുടെ അംഗസംഖ്യ 6% ആവുമോ? 10-40% വരണ്ടേ? ഒറീസ മുസ്ലിങ്ങൾ ഭരിച്ചു 600 കൊല്ലം. 600 കൊല്ലം മുസ്ലിങ്ങൾ ഭരിച്ചിട്ട് ഒറീസയിലെ മുസ്ലിങ്ങളുടെ അംഗസംഖ്യ 5%. ബലം പ്രയോഗിച്ച് മതം വളർത്തിയില്ല. ഇബ്രാഹിം ലോധി ഡൽഹി ഭരിക്കുകയാണ്. അന്ന് അൽ ഫരീദ് എന്ന് പറയപ്പെടുന്ന പ്രഗത്ഭനായ ഒരു മുസ്ലിം സന്യാസിയുണ്ടായിരുന്നു. അതൊരു സൂഫിയായിരുന്നു. അദ്ദേഹം ഇബ്രാഹിം ലോധിക്ക് എഴുതി, നമ്മൾ മുസ്ലിങ്ങൾ വളരെ കുറച്ചല്ലേ, ഞങ്ങൾക്ക് ഇച്ചിരി ബലമൊക്കെ പ്രയോഗിച്ച് ഇസ്ലാം മതത്തിൽ ആളിനെ ചേർക്കാനുണ്ടെന്ന് അനുവദിക്കണം. ഇബ്രാഹിം ലോധി മറുപടി കൊടുത്തു, ഒരു കാരണവശാലും ബലം പ്രയോഗിച്ച് ഇസ്ലാം മതം വളർത്താൻ പാടില്ല. സ്വന്തമായിട്ട് വിശ്വാസം ഉണ്ടായിട്ട് മാത്രമേ വളർത്താവൂ. പ്രവാചകനായ മുഹമ്മദ് നബി അദ്ദേഹത്തിന്റെ അങ്കിളിനെയോ അദ്ദേഹത്തിന്റെ കസിനെയോ ബലം പ്രയോഗിച്ച് ഇസ്ലാം മതത്തിൽ ചേർത്തില്ല. കാരണം വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇസ്ലാം മതത്തിൽ ചേരാവൂ. അൽ ഫരീദിനെ വിലക്കി ഇബ്രാഹിം ലോധി. 600 കൊല്ലം ഇന്ത്യ ഭരിച്ചിട്ട് ഇന്ത്യയില് 90 ലക്ഷം ക്ഷേത്രങ്ങൾ അതുപോലെ നിൽക്കുന്നു. ഒരു ക്ഷേത്രവും തകർക്കപ്പെട്ടില്ല, സംരക്ഷിക്കപ്പെട്ടു. മുഗളന്മാർ ഇന്ത്യയിൽ വന്നു. ബാബർ ചക്രവർത്തി ഹുമയൂണിനെ നേരിട്ടാണ് മരിക്കുന്നത്. ഹുമയൂണെ ഈ രാജ്യത്തെ ജനതയുണ്ടല്ലോ ഭയങ്കര ചരിത്ര പാരമ്പര്യമുള്ളവരാണ്. ഒരൊറ്റ ഹിന്ദു ക്ഷേത്രത്തിനോ ഒരു സന്യാസിക്കോ നീ കാരണം ഒരു മാനസിക വ്യത ഉണ്ടാവാൻ പാടില്ല. ബാബറിന്റെ എഴുത്താണ്. അത് കൈക്കിട്ട ശേഷമാണ് ബാബർ മരിച്ചത്. ഹുമയൂൺ ഈ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിച്ചു. ഹുമയൂണിന്റെ ശേഷം അക്ബർ ചക്രവർത്തി വന്നു. അക്ബർ ചക്രവർത്തി രാജ്യം ഭരിക്കുകയാണ്. അക്ബർ ചക്രവർത്തി രാജ്യം ഭരിക്കുമ്പോൾ അക്ബർ ചക്രവർത്തിയുടെ പ്രധാന ഭാര്യ ആരാണ്? ഒരു ഹിന്ദു സ്ത്രീ. അക്ബർ ചക്രവർത്തിയുടെ പ്രധാനമന്ത്രി ആരാണ്? ബീർബൽ, ഒരു ബ്രാഹ്മണൻ. അക്ബർ ചക്രവർത്തിയുടെ ധനകാര്യമന്ത്രി ആരാണ്? രാജാ തോമർ മാൽ, ഒരു വൈശ്യൻ. അക്ബർ ചക്രവർത്തിയുടെ സേനാനായകൻ ആരാണ്? രാജാ മാൻസിംഗ്, ഒരു രജപുത്രൻ. 12 അംഗ മന്ത്രിസഭയിൽ 8 പേരും ഹിന്ദുക്കൾ. അക്ബർ ചക്രവർത്തിയുടെ മന്ത്രിസഭയിൽ അക്ബറുടെ സൈന്യത്തിന്റെ 85% ഹിന്ദു. മുസ്ലിം സൈന്യമല്ല അക്ബറിന്റെ. അക്ബർ ഭരിക്കുമ്പോൾ ഹിന്ദുക്കളെ സംരക്ഷിച്ചു. അക്ബറിന്റെ പ്രധാന ഭാര്യ ഹിന്ദുവാണ്. ആ ഹിന്ദു സ്ത്രീയിൽ ജനിച്ച കുട്ടിയാണ് സലീം എന്ന് പറയപ്പെടുന്ന, പിന്നീട് ജഹാംഗീർ എന്ന് വിളിക്കപ്പെടുന്ന മകൻ. അദ്ദേഹത്തിന് മുസ്ലിം സ്ത്രീയിൽ ആൺപിള്ളേരുണ്ടാക്കും 3 പേര്. ആ മുസ്ലിം സ്ത്രീയിലുണ്ടായ ആൺകുട്ടിയെ രാജാവാക്കിയോടായിരുന്നു അക്ബറിന്. അക്ബർ ഹിന്ദു സ്ത്രീ പ്രസവിച്ച കുട്ടിയെ അടുത്ത രാജാവായി വാഴിച്ചു. അദ്ദേഹം ഇസ്ലാം മതത്തിന്റെയും ഹിന്ദു മതത്തിന്റെയും നല്ല ഘടകങ്ങൾ ചേർത്തിട്ട് ഒരു പുതിയ മതം ഉണ്ടാക്കി. അദ്ദേഹം പറഞ്ഞു, ഭാവിയിലെ ഹിന്ദു മുസ്ലിം ലഹള ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതുണ്ടാവരുത്. അതുകൊണ്ട് എല്ലാ മതത്തിനെയും സംശീകരിച്ച് ഹിന്ദുവിനും വരാം, മുസ്ലിമിനും വരാം, ക്രിസ്ത്യാനിക്കും വരാം. ആ രീതിയിൽ മതം ഉണ്ടാക്കി. ദിന്നില്ലാക്കി 1981 അക്ബർ പറഞ്ഞു, ഒരു നിർബന്ധവും പാടില്ല ഈ മതത്തിൽ ചേരാൻ. ദിന്നില്ലാഹി ഉണ്ടാക്കിയ ശേഷം 25 കൊല്ലം അക്ബറോട് ഭരിച്ചിരുന്നു. അദ്ദേഹം മരിക്കുമ്പോഴും ദിന്നില്ലാഹിയിലാകെ 7000 പേരെ ഉണ്ടായിരുന്നു. ചക്രവർത്തി ബലം പ്രയോഗിച്ച് മതം വളർത്തിയിരുന്നെങ്കിൽ ദിന്നില്ലാഹിയിൽ 1 ലക്ഷം
ഹിന്ദുക്കളാണ്, മുസ്ലിങ്ങളല്ല. ഔറംഗസീബ് ജസിയ കൊണ്ടുവന്നൊരു ആരോപണമാണ്. ഔറംഗസീബ് ജസിയ കൊണ്ടുവന്നു, മുസ്ലിങ്ങളല്ലാത്തവർക്ക് 20% ടാക്സ്, പക്ഷെ മുസ്ലിങ്ങളായവർക്ക് വെൽഫെയർ ടാക്സ് 15%. ഹിന്ദു മുസ്ലിം കാര്യമായ വ്യത്യാസമുണ്ടോ? ടാക്സ് ഇല്ല. അദ്ദേഹം സതി നിർത്തലാക്കി. സതി നിർത്തലാക്കിയത് ഔറംഗസീബാണ്. ബാബർ ആദ്യം നിർത്തലാക്കി, പിന്നെ ഔറംഗസീബ് നിർത്തലാക്കി. ക്രെഡിറ്റ് ആർക്കാൻ അറിയാമോ? ബ്രിട്ടീഷുകാരനായ ഗവർണർ ജനറൽ രാജാവ് റാംമോഹൻ റോയ്ക്ക് സതി നിർത്തലാക്കിയിട്ട് അതിന് 200 വർഷങ്ങൾക്ക് മുമ്പ് സതി നിർത്തലാക്കി ദുരാചാരം മാറ്റാൻ വേണ്ടി. ഔറംഗസീബ് മധുരയിലെ ക്ഷേത്രം തകർക്കുന്ന ആരോപണം കേട്ടിട്ടുണ്ടാവും. അദ്ദേഹവും ഹിന്ദു രാജാക്കന്മാർ 200 പേരും കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡിലൂടെ. അപ്പൊ അവിടെ ഒന്നും പ്രാർത്ഥന കയറി ഹിന്ദു രാജാക്കന്മാരുടെ ഭാര്യമാരാണ്. ആ ഒരു സ്ത്രീ അവിടെ വെച്ച് ബലാത്സംഗം ചെയ്തു. ഔറംഗസീബ് പറഞ്ഞു, ബലാത്സംഗം നടന്നൊരു സ്ഥലം ദേവാലയം വാങ്ങാൻ പറ്റുമോ നിങ്ങൾ ആലോചിക്കാൻ പറഞ്ഞു. ആ സ്ത്രീയുടെ ഭർത്താവും ആൾക്കാരുടെ കൂടി 12 ഘടകമുള്ള മധുരൈ ക്ഷേത്രത്തിന്റെ ഈ ബലാത്സംഗം നടന്ന ഭാഗം മാത്രം തകർത്തു. ഇതാണ് ബ്രിട്ടീഷുകാർ പറഞ്ഞതാക്കിയ കള്ളക്കഥ. ഔറംഗസീബ് ദേവാലയം തകർത്തു. ഔറംഗസീബ് 126ഓളം ക്ഷേത്രങ്ങൾ പണിഞ്ഞു കൊടുത്തു, അതിന് റിപ്പയർ ചെയ്തു കൊടുത്തു. ഇതാണ് ചരിത്രം. മറ്റൊരു മുസ്ലിം ഭരണാധികാരി വലിയ ചിത്രപേരാക്കാണ് ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താൻ സുൽത്താനാണോ? അല്ല. ടിപ്പു സുൽത്താൻ മൈസൂരിലെ രാജാവിന്റെ ഒരു സേനാനായകൻ മാത്രമാണ്. ഹൈദരാലിക്ക് 14 മക്കളുണ്ടായില്ല. ഹൈദരാലി എന്ത് ചെയ്തു? ടിപ്പു സുൽത്താൻ ഓലിയ എന്ന് പറയുന്ന വിശുദ്ധ പ്രാർത്ഥിക്കാൻ പോയി. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ കുട്ടിയുണ്ടായി. അപ്പൊ പ്രാർത്ഥിച്ച ആ സന്യാസിയുടെ പേരിൽ മകന് പേരിട്ടു, ടിപ്പു സുൽത്താൻ എന്ന് പേരിട്ടു. അതേ ഒരു സുൽത്താനും അല്ല, അതേ ഒരു രാജാവുമല്ല, അവിടുത്തെ സേനാനായകൻ മാത്രമാണ്. അപ്പോ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ, ടിപ്പുവിന്റെ മന്ത്രിസഭയിൽ പ്രധാനമന്ത്രി ആരാണ്? പൂർണ്ണയ്യ, ബ്രാഹ്മണനാണ്. അദ്ദേഹത്തിന്റെ 12 അംഗ മന്ത്രിസഭയിലെ 10 പേരും ഹിന്ദുക്കളാണ്, മുസ്ലിങ്ങളല്ല. അദ്ദേഹത്തിന്റെ പ്രധാന ഭാര്യ ആരാണ്? വടകരക്കാരിയായ ഒരു ഉണ്ണിച്ചാറ പ്രധാനമന്ത്രി. അക്ബർ ചക്രവർത്തിയുടെ ഭാര്യ ജോധാബായി ഹിന്ദു ആയതുപോലെ ടിപ്പു സുൽത്താന്റെ ഭാര്യ ഉണ്ണിച്ചാറ ഹിന്ദു സ്ത്രീയാണ്. ശ്രീരംഗപട്ടണത്തിൽ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ടിപ്പു താമസിക്കുന്ന വീടിനോട് ചേർന്ന് ഒരു ഹിന്ദു ക്ഷേത്രം പണിതു. എന്തിനാണെന്നറിയാമോ? ഉണ്ണിച്ചാറയ്ക്ക് പ്രാർത്ഥിക്കാനായി. ഫത്തേപൂർ സിക്രി അക്ബർ പണിഞ്ഞു. അതിനകത്ത് അക്ബർ താമസിക്കുന്ന കൊട്ടാരത്തോട് ചേർന്നൊരു ക്ഷേത്രം പണിഞ്ഞു കൊടുത്തു. എന്തിനാണെന്നറിയാമോ? ജോധാബായിക്ക് പോയി പ്രാർത്ഥിക്കാനായി. ഇതാണ് ഇസ്ലാം ഭരണാധികാരികൾ ചെയ്തത്. 700 കൊല്ലം ഇന്ത്യ ഭരിച്ചിട്ടും മതപീഡനം നടത്തുകയോ ഒന്നും ചെയ്യാതെ നിസ്വാർത്ഥമായി അവർ ഭരിച്ചു. ഇത് ലോകമെന്ന് ഇസ്ലാം കാണിച്ചൊരു മാതൃക ഇന്ത്യയിൽ കാണിച്ചതാണ്. പക്ഷെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നു. ബ്രിട്ടീഷുകാരന് ഇന്ത്യ പിടിക്കണമെങ്കിൽ ഹിന്ദു മുസ്ലിം ലഹള ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. അതിന് അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവൻ ചരിത്രത്തെ വളച്ചൊടിക്കാൻ വേണ്ടി കുറെ കള്ള പരിപാടികൾ സംഘടിപ്പിച്ചു. ഇത് ചരിത്രം പഠിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആദ്യമായി അവൻ ബംഗാൾ ആണ് ഏറ്റവും റിച്ചസ്റ്റ് പ്രോവിൻസ്, അത് പിടിക്കണം. അതിനവൻ ബംഗാളിൽ പോയി സിറാജുദ്ദൗളയുടെ പ്രധാനമന്ത്രിയെ ബ്രൈബ് ചെയ്ത്, മിർജാഫറെ ബ്രൈബ് ചെയ്ത് പട്ടാളത്തെ പണം കൊടുത്ത് സ്വാധീനിച്ച് സിറാജുദ്ദൗളയുടെ പീരങ്കിക്കകത്തെല്ലാം വെള്ളം ഒഴിച്ചു വെച്ചു. നിങ്ങൾ ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു ബാറ്റിൽ അടങ്ങും. ബ്രിട്ടീഷുകാർ വെടിയുണ്ട് പുറത്തു വന്നു. സിറാജുദ്ദൗളയുടെ തോക്കണം ഒരുണ്ടേ പുറത്തൊന്നുമില്ല. ഇവർ വെള്ളം ഒഴിച്ചു വെച്ചു. ആ ചതിയൻ മിർജാഫറുടെ കൊച്ചുമോനാണ് പിന്നീട് പാകിസ്ഥാൻ പ്രസിഡന്റായ ഇസ്കന്ദർ മിർസ. 1957 പ്ലാസി യുദ്ധത്തോടുകൂടി ബംഗാൾ, ആസാം, മേഘാലയ, മണിപ്പൂർ, ത്രിപുര, ആ 7 സിസ്റ്റർ നോർത്ത് ഈസ്റ്റ് ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. അത് കഴിഞ്ഞവന് ബീഹാർ, ഒറീസയെ പിടിക്കണം. അവരെന്ത് ചെയ്തു? ബാറ്റിൽ ഓഫ് ബക്സർ 1964 ഇതുപോലൊരു ചതിപ്രയോഗം നടത്തി ബീഹാറും ഒറീസയും ഈസ്റ്റേൺ യുപിയും പിടിച്ചു. അന്ന് ബ്രിട്ടീഷുകാരെ നയിച്ച ആരാണ്? പിന്നീട് കേരളത്തിന് തിരുവിതാംകൂർ ദിവാനായി വന്ന കേണൽ മൺട്രോയുടെ അമ്മാവൻ, അദ്ദേഹമാണ് മൺട്രോ ബാറ്റിൽ ഓഫ് ബക്സർ നയിച്ചത്. അത് കഴിഞ്ഞപ്പോൾ ഒറീസയും കഴിഞ്ഞപ്പോൾ ആന്ധ്ര പിടിക്കാൻ വരുമ്പോൾ അവിടെ നൈസാം 1939 സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. മുഗൾ സാമ്രാജ്യത്തിൽ ഇയാളെ ഒരു പൈസ കൊടുത്ത് സ്വാധീനിച്ചിട്ട് അയാളെ ഡൊമിനിയൻ സ്റ്റാറ്റസ് കൊടുത്ത് അകത്താക്കി.
കൈക്കൂലി കൊടുത്ത് ടിപ്പുവിന്റെ കോട്ട പൊളിക്കാനുള്ള പണി ബ്രിട്ടീഷുകാർക്ക് പറഞ്ഞു കൊടുത്ത് 1998 ടിപ്പുവിനെ വീഴ്ച. അത് കഴിഞ്ഞവൻ നേരെ അവൻ മഹാരാഷ്ട്രയിലോട്ട് പോയി. അപ്പൊ ഹിന്ദുക്കളുമായിട്ട് യുദ്ധം തുടങ്ങാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഒരു കള്ളക്കഥ ഉണ്ടാക്കി. എന്താ കള്ളക്കഥ എന്നറിയാമോ? ഇന്ത്യയിൽ ആദ്യം വന്ന് SC/ST വിഭാഗക്കാരല്ല, ആഫ്രിക്ക വന്ന് നീണ്ടിട്ടോളാണ്. പിന്നീട് ഇന്ത്യയിലോട്ട് ഓസ്ട്രിക് ജനത വന്നു, പ്രോട്ടോ ഓസ്ട്രാലിയൻ ജനത, ഓസ്ട്രിയ യൂറോപ്പിൽ നിന്ന് വന്നു. അത് കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലേക്ക് വന്നു ദ്രാവിഡ വർഗ്ഗക്കാർ. ദ്രാവിഡ വർഗ്ഗക്കാർ അവന്മാരുടെ പേരെന്ന് പറയുമ്പോൾ തുറേനിയൻസ്, ഇറാന്റെയും തുർക്കിയുടെയും അവിടെ നിന്നാണ് ദ്രാവിഡ വർഗ്ഗക്കാർ വന്നത്. അത് കഴിഞ്ഞ് ആര്യന്മാർ വന്നു, അവരോട് വന്നു. അവര് കോക്കേഷ്യൻ ഭൂമിയിൽ നിന്ന് ഇന്ത്യയിലോട്ട് വന്നു. പിന്നെ കോലാരിയൻസ് വന്നു, പിന്നെ യഹൂദന്മാർ വന്നു, ക്രിസ്ത്യാനി വന്നു, മുസ്ലിം വന്നു, പിന്നെ പോർച്ചുഗീസുകാർ വന്നു, പിന്നെ ഡച്ചുകാർ വന്നു, ഫ്രഞ്ചുകാർ വന്നു, പിന്നെ ഞങ്ങൾ വന്നു. അപ്പൊ ഇന്ത്യക്കാരും ഇല്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനതയുള്ള രാജ്യമാണ് ഇന്ത്യ. പക്ഷെ ആ ഇന്ത്യയിൽ ഒറ്റ ഇന്ത്യക്കാരനില്ല. ബ്രിട്ടീഷുകാരുടെ കള്ളക്കഥയാണ്. പിന്നെ ഹിന്ദുക്കൾ ആദ്യം വന്നു, പിന്നെ മുസ്ലിങ്ങൾ വന്നു, പിന്നെ ഞങ്ങളും വന്നതിനോട് നമ്മളെല്ലാം വരുത്തന്മാർ, ഇത്രയുള്ള വ്യത്യാസം. എന്നിട്ട് ഈ കോപ്പറേഷനിൽ നിന്ന് വന്ന ആര്യന്മാരുടെ ഒരു ബ്രാഞ്ച് ഇന്ത്യയിലോട്ട് വന്നു. അവര് ഇൻഡോ യൂറോപ്യൻസ്. അവരുടെ ഒരു ബ്രാഞ്ച് ജർമ്മനിയിലും ഫ്രാൻസിലോട്ടും ഇംഗ്ലണ്ടിലോട്ട് പോയി. അതാണ് വെസ്റ്റേൺ ആര്യൻസ്. അതിന്റെ മക്കളാണ് ഞങ്ങൾ. അപ്പൊ ഇന്ത്യയിലെ ബ്രാഹ്മണ ക്ഷത്രിയനും വൈശ്യരും ബ്രിട്ടീഷുകാരനും മച്ചാനുമായി ബായി എന്തൊരു കള്ളക്കഥ ഉണ്ടാക്കിയത്, ഭയങ്കര കള്ളക്കഥ. എന്നിട്ടാണ് എന്ത് ചെയ്തു? കറങ്ങി നേരെ പഞ്ചാബിൽ ചെന്നു. രാജാവ് രഞ്ജിത് സിംഗിനെ പരാജയപ്പെടുത്താൻ പറ്റുന്ന നമുക്കറിയാം. അവരെന്ത് ചെയ്തു? 2 ബ്രിട്ടീഷുകാര് രാണ രഞ്ജിത് സിംഗിനെ കാണാൻ പോയി. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി മധുരകാരന്റെ കൈകളിട്ട് കൊടുത്തു. അത് കഴിക്കുകയും രാണ രഞ്ജിത് സിംഗ് കുഴഞ്ഞു വിടങ്ങ് ചത്തു. അവർ പറഞ്ഞു ഹാർട്ട് അറ്റാക്ക്. ഇവനാ ജോലിയിൽ കൂടുതലായി ചെയ്തതുകൊണ്ട് എന്തോ സൈനൈഡാണ് രഞ്ജിത് സിംഗിനെ കൊടുത്തത്. അതാണ് ആ തിരിഞ്ഞാണ് അയാൾ ബോധം കെട്ട് താഴെ പോയത്. അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാരെ വളഞ്ഞു നേരെ ഡൽഹിയിൽ വന്ന 1857 ഒന്നാം സ്വാതന്ത്ര്യത്തോടുകൂടി ഡൽഹി പിടിച്ചു. ബ്രിട്ടീഷുകാർ ഇന്ത്യ പിടിച്ചത് ക്ലോക്ക് വൈസ് ആയിട്ടാണ്. ബംഗാൾ, ബീഹാർ, ഒറീസ, ആന്ധ്ര, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, പഞ്ചാബ്, ഡൽഹി. അതുകൊണ്ടാണ് ടാഗോർ ജനഗണമന എഴുതിയപ്പോൾ അതിന് ആന്റി ക്ലോക്ക് വൈസ് വരിക. പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാത്ത, ദ്രാവിഡ, ഉത്കല, ബംഗാൾ. ബ്രിട്ടീഷുകാരെ ക്ലോക്ക് വൈസിൽ ഇന്ത്യ പിടിച്ചുകൊണ്ട് ടാഗോർ ആന്റി ക്ലോക്ക് വൈസ് ആണ് ഇന്ത്യയിൽ വർണ്ണിക്കുന്നതാണ്. അതങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാരുടെ പണി ഇന്ത്യയിലെ ഹിന്ദു മതത്തെ 4 കഷ്ണമാക്കി. ഹിന്ദുമതം, ബുദ്ധമതം, ജൈനമതം, സിഖ് മതം. ഈ 4 മതവും സനാതനത്തിന്റെ ഭാഗമാണ്. ഇവൻ ആർട്ടിഫിഷ്യലി 4 മതമാക്കി മാറ്റിയതാണെന്നറിയാമോ? ബർമയും ചൈനയും ജപ്പാനും ഒക്കെ ബുദ്ധമതമാണ്. ഇത് ഒരു മതമെന്ന് പറഞ്ഞാൽ അവരും ഇന്ത്യയും കൂടെ ഒത്തുനിന്നാൽ പിന്നെ ബ്രിട്ടീഷുകാരന് സാമ്രാജ്യം ഉണ്ടാക്കാൻ പറ്റിയില്ല. അതിന് ഇതിനെ 4 മതമായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തത്. 1961 അവൻ ഇന്ത്യക്ക് വേണ്ടി സ്പെഷ്യൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി. എന്നിട്ട് അവൻ പുസ്തകങ്ങളെ കൊണ്ടെടുത്തു എടുക്കാൻ ഹിന്ദുമത ഗ്രന്ഥങ്ങൾ എടുത്തിട്ട് അതിനെ വളച്ചൊടിച്ചു. ഹിന്ദുക്കൾക്ക് 1000 വിമർശനത്തുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരെ പബ്ലിഷ് ചെയ്ത് 1333 വിമർശനത്തുണ്ടാക്കി. ഹിന്ദുക്കൾക്ക് ഇല്ലാത്ത 200 വിമർശനത്തിൽ 230 കള്ള വിമർശനത്തിൽ ഉണ്ടാക്കി. എന്നിട്ട് സന്യാസികൾ സാമാന്യം പറഞ്ഞ കള്ളവന്മാരെ പ്രചരിപ്പിച്ചു. അവര് മനുസ്മൃതി അങ്ങോട്ട് എടുത്തു. എന്നിട്ട് അതിനകത്ത് കുറെ ശ്ലോകം എഴുതിച്ചാണ്. ശൂദ്രൻ വേദം കേട്ട അവരുടെ ചെവി ഇന്ത്യയെ ഒഴിക്കണമെന്നും മനുസ്മൃതി പറഞ്ഞതാണ്. എന്റെ ലോകത്തിൽ മനുസ്മൃതി ഉണ്ട്. അങ്ങനെ വാചകമേ മനുസ്മൃതി ഇല്ല. എന്തിനാണ് മുന്നോക്കക്കാരെ പിന്നോക്കാരെ തമ്മിലടിപ്പിക്കണം? അതിനുണ്ടാക്കിയ കള്ളക്കഥയാണ് ഈ കഥ. അങ്ങനെ 1981 അവര് ആര്യ സിദ്ധാന്തം ഉണ്ടാക്കി. മാക്സ് മുള്ളറെ കണ്ടു. ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരും ബ്രാഹ്മണനും ക്ഷത്രിയനൊക്കെ മച്ചാനാണെന്ന് കഥ ഉണ്ടാക്കി. 1981 അവൻ ജാതി സെൻസസ് നടത്തി. ഇന്ത്യയിലെ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ ഇത് 4ലും പെടാത്തവൻ പഞ്ചമൻ. ഇത്രയുള്ള ബ്രിട്ടീഷുകാരൻ ജാതി സെൻസസ് നടത്തി 7642 ജാതി ഉണ്ടാക്കി. ബ്രാഹ്മണൻ 62 ജാതിയായി. അയ്യർ സെപ്പറേറ്റ്, അയ്യങ്കാർ സെപ്പറേറ്റ്, നമ്പൂരി സെപ്പറേറ്റ്, നമ്പൂരിപ്പാട് സെപ്പറേറ്റ് തുടങ്ങി പോറ്റ് സെപ്പറേറ്റ്, പട്ടർ സെപ്പറേറ്റ് അടിച്ച് പറിക്കാൻ പിടിച്ച്. നായന്മാര് കേരളത്തിലെ 12% അവരെന്തെന്നറിയാമോ?
നായന്മാരും പോലും ഇത്രയും ജാതി ഉണ്ടെന്നുള്ളത്. വിളക്കിത്തല നായർ സെപ്പറേറ്റ്, നായനാർ സെപ്പറേറ്റ്, നമ്പ്യാർ സെപ്പറേറ്റ്, നായന്മാരെ 58 ജാതിയാക്കി. വെറും 3% പുലയന്മാരെ 22 ജാതിയാക്കി. കുറവന്മാരെ 16 ജാതിയാക്കി. ഇങ്ങനെ ജാതി മാറ്റിയിട്ട് അവൻ 2 ഷെഡ്യൂൾ ഉണ്ടാക്കി. ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്. ഇന്ത്യയിലൂടെ ഷെഡ്യൂൾ ഉണ്ടാവും. ബ്രിട്ടീഷുകാരൻ ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് വന്നു, ഇവനൊക്കെ ഷെഡ്യൂൾ ട്രൈബാണ്, അവനൊക്കെ ഷെഡ്യൂൾ ട്രൈബാണ്. മറ്റവൻ OBC, അതർ ബാക്ക്വേർഡ് കമാൻഡ്. ആരാണ് ഇവിടെ ബാക്ക്വേർഡ് തീരുമാനിച്ചത്? ബ്രിട്ടീഷുകാരനാണ് ബാക്ക്വേർഡ് തീരുമാനിക്കുന്നത്. ഇന്ത്യയിൽ 437 നേറ്റീവ് സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ 150 രാജാക്കന്മാരെ CST ആണ്. 280 രാജാക്കന്മാർ OBC രാജാക്കന്മാരാണ്. അപ്പൊ ഈ 437 നാട്ടുരാജ്യം ഉള്ളതിനകത്ത് 400ഓളം രാജ്യങ്ങൾ ഭരിച്ചിരുന്നത് OBC SC രാജാക്കന്മാരാണ്. അപ്പൊ അവനത് പിന്നോക്കെ ജാതിയാവുന്നത്. അവൻ ഇന്ത്യയിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി മതങ്ങളെ തമ്മിലെടുപ്പിച്ചു, ജാതികളെ തമ്മിലെടുപ്പിച്ചു, സ്വാതന്ത്ര്യ സമരത്തെ ക്ഷീണിപ്പിച്ചു. അവൻ അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ് ഈ വിഭജനങ്ങൾ. നമ്മൾ ഈ തലമുറയിൽ ഈ വിഭജനത്തിന് കൂട്ടുനിൽക്കരുത്. ഭൂരിപക്ഷ മതം ന്യൂനപക്ഷ മതത്തെ അടിച്ചമർത്തിയാലും, ന്യൂനപക്ഷ മതം ഭൂരിപക്ഷ മതത്തെ അടിച്ചമർത്തിയാലും രാജ്യം തകർന്നുപോകും. ജർമ്മനിയിലെ ഭൂരിപക്ഷമുള്ള ഹിറ്റ്ലറിന്റെ ആൾക്കാർ ന്യൂനപക്ഷമായ യഹൂദന്മാരെ 60 ലക്ഷത്തിനെ കൊന്നൊടുക്കി. പിടിച്ചു നിന്നോ? ഇല്ല. റോമാ സാമ്രാജ്യത്തിൽ ഭൂരിപക്ഷമുള്ള മിത്രായിസ്റ്റുകളും സൂര്യമതക്കാരുടെ കൂടി ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കാൻ പോയി. റോമാ സാമ്രാജ്യം തരിപ്പണമായിപ്പോയി. ഇന്ത്യ രക്ഷപ്പെടണമെങ്കിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സിഖുകാരും ഒരുമിച്ച് നിൽക്കണം. ഒരു മാനവ ജാതിയിൽപ്പെട്ടവരാണ് നമ്മളെല്ലാം നമ്മൾ വിശ്വസിക്കണം. എങ്കിൽ ഇന്ത്യ രക്ഷപ്പെടുകയുള്ളൂ. മതങ്ങൾ തമ്മിലടിച്ചാൽ ഇന്ത്യ നശിക്കും. ഭൂരിപക്ഷ സമൂഹം ന്യൂനപക്ഷം അടിച്ചമർത്തിയാൽ ഇന്ത്യ നശിക്കും. അതുകൊണ്ട് മതപരമായ വിഭജനമോ ജാതിപരമായ വിഭജനവും ഇല്ലാതെ ഇന്ത്യ ഒരു മാനവ സമൂഹത്തിന്റെ ഭാഗമാണ് നമ്മൾ വിശ്വസിക്കണം. എങ്കിലേ ഇന്ത്യ രക്ഷപ്പെടുകയുള്ളൂ. ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ച വലിയ പാഠമാണ്. ഹിന്ദുവെന്ന് ലോകത്തെ പഠിപ്പിച്ച വലിയ പാഠമാണ്. മാനവ മൈത്രി, എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുന്ന വളരെ വലിയ ഒരു ചിന്താശക്തി. അതിന് വിപരീതമായ ഒരു ടെൻഡൻസിയിലും ചേരാതെ ഹിന്ദുമതവും ഇസ്ലാം മതവും ലോകത്തെ പഠിപ്പിച്ച വിശ്വ സാഹോദര്യത്തിന്റെ പാഠത്തിലേക്ക് എത്തി മാനവൈക്യം ഈ മീറ്റിംഗിൽ പ്രഘോഷിച്ച് പോത്തങ്കോട്ടെ ജനവിഭാഗം ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന വലിയ പാരമ്പര്യം തുടർന്നും കൊണ്ടുപോകാൻ ഇവിടുത്തെ എല്ലാവരും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.